ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എഗെയിൻ. സോ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് ഹൗ ഐ സ്റ്റാർട്ടഡ് ജേർണലിങ് ആൻഡ് പ്ലസ് ഇതിൻ്റെ കുറച്ച് ജേർണൽ ബുക്സിൻ്റെ ഫ്ലിപ്പ് ത്രൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെയാണ് ജേർണൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. ഞാനൊരു 6th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഫോറിൻ ചാനൽസിലൊക്കെ കണ്ടിട്ട് ജേർണൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരികയും എൻ്റെ ഓളിങ്ങനെ ചെയ്യുന്നത് കണ്ട് എനിക്കിത് ചെയ്യാനൊരാഗ്രഹം. സോ അങ്ങനെയാണ് ഞാൻ ജേർണൽ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ ഇതേപോലെ ജേർണൽ ഡയറീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ റഫിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എൻ്റെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള അത്ര സപ്ലൈസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. സോ അന്ന് ഞാൻ പാറ്റേൺ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോർമൽ സ്കെച്ച് വെച്ചിട്ടൊക്കെ അതിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെറുതായപ്പോഴുള്ള ബുക്സൊന്നും കാര്യങ്ങളും നോക്കാൻ ഞാൻ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെട്ടിയെടുത്ത് ഒട്ടിക്കൊക്കെ അതിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്തത് ഒരു യെല്ലോ ജേർണലായിരുന്നു. പക്ഷെ അത് ഞാൻ ജസ്റ്റ് റഫ് ബുക്കിൽ ചെയ്തായതുകൊണ്ട് തന്നെ ആ ഒരു ബുക്കിൻ്റെ കയ്യിലില്ല. അതിന് ശേഷം ഞാൻ പുതിയൊരു ബുക്ക് വാങ്ങി, പിന്നെ കുറച്ച് സപ്ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങി, അങ്ങനെ ചെയ്തതാണ് ഇത്. ഈ ഒരു ബുക്കാണ് എൻ്റെ ഫസ്റ്റ് ജേർണൽ ഡയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ജസ്റ്റ് ഒരു നോട്ട് ബുക്കാണ്. അതിനെ ഞാൻ കവർ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ആക്കി എടുത്തതാണ്. ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്തിട്ടൊക്കെ ആയിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഈ ആക്രി പെറുക്കുക എന്നുള്ള ഒരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെക്കുന്നു. സോ ഇത്രയാണ് ഇതിൽ ചെയ്തത്. ഇതിൽ ശരിക്കും ഇനിയും കുറേ പേജസും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്, പക്ഷെ ഞാൻ അതിലൊന്നും ചെയ്തില്ല. പിന്നെ ഇതിൽ നിങ്ങൾക്ക് 2 പേജസ് കാണാൻ പറ്റും. അത് സംഭവം വേറെ ഒന്നുമല്ല, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ക്ലാസ്സിൽ നിന്ന് ജേർണൽ ചെയ്യലുണ്ടായിരുന്നു വെച്ചാൽ എന്നും ചെയ്യലൊന്നുമില്ല. 2 പ്രാവശ്യമാണ് ആകെ ചെയ്തത്. അത് രണ്ടുമാണ് ഇത്. ഇതെല്ലാം സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ യൂസ് ചെയ്തത് മൊത്തവും ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളത്. ഹാൻഡ് മെയ്ഡ് എന്ന് വെച്ചാൽ കുറേ ബുക്സൊന്നും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ വാഷി ടാപ്പും അതേപോലെ ഈ ഒരു ബട്ടർഫ്ലൈ ആണ് അല്ലാത്തത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്കെച്ച് വെച്ചിട്ടാണ് പാറ്റേൺ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുള്ളത്. ഈ 2 ഗേൾസ് ആണ് ഞാൻ പറഞ്ഞത് വെട്ടി ഒട്ടിച്ചെന്നുള്ളത്. ബാക്കിയൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. ഈ പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ ഞാൻ മാർക്കേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതും അതേപോലൊക്കെ തന്നെയാണ്. ബുക്കിൽ നിന്നൊക്കെയാണ് കുറേ സാധനങ്ങളൊക്കെ വെട്ടിയെടുത്തത്. ആ ഒരു ബുക്കിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ജേർണൽ ഡയറി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയൊരു ബുക്കായിരുന്നു ഇത്. ഞാൻ മീഷോന്ന് അതിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു സാധനമായിരുന്നു. പിന്നെ ഈ ഒരു ബുക്കിൽ ഞാൻ ജേർണൽസ് ചെയ്തത് മാത്രമല്ല, ഇതേപോലെ കുറച്ച് വരച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ പെയിൻറ്റിങ്സും, പിന്നെ ഞാൻ കുറേ കാലം മുമ്പ് ചെയ്ത ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രോയിങ് ബുക്കിൽ നിന്ന് ഈ ബുക്കിലേക്ക് എടുത്തൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും സാധനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ജസ്റ്റ് സ്കെച്ച് പെന്നോ മാത്രം അല്ലെങ്കിൽ ഇതേപോലെ ബ്രഷ് പെൻസും മാത്രം വെച്ചിട്ട് ഞാൻ കുറേ ജേർണൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാധനം ഞാൻ ബ്രഷ് പെന്നും സ്കെച്ചും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വരയ്ക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണ്.
അടുത്തത് ഈ ഒരു ജേർണൽ ഡയറിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിയതാണ്. ആൻഡ് ഇതിൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതത്തെ ഫസ്റ്റ് പേജ് ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. പിന്നെ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിയതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുറേ ജേർണൽസ് ഒന്നും ചെയ്തില്ല. പിന്നെ ഇതും ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് ജേർണൽ സെറ്റിൽ നിന്ന് കിട്ടിയ ബുക്കാണ്. പിന്നെ ഇതിൽ ഞാൻ കുറേ സിമ്പിളായിട്ടുള്ള ജേർണൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒരു സപ്ലൈസും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെങ്കിലും ജേർണൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ജേർണൽ ചെയ്യാന്ന് പറയുമ്പം അത്ര വലിയ ഭംഗിയിൽ ചെയ്യണം എന്നുള്ള അത്ര നിർബന്ധമൊന്നുമല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാന്നുള്ളതാണല്ലോ. ആൻഡ് ഐ ഹോപ്പ് ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ജേർണൽ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നു. കാരണം ഞാൻ എൻ്റെതായ രീതിയിലാണ് ജേർണൽ ചെയ്യല്. സോ അതുകൊണ്ട് തന്നെ ഓരോ സമയത്ത് എൻ്റെ മൂഡിനനുസരിച്ചും എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ജേർണൽ ചെയ്യല്. പിന്നെ ഈ ഒരു ജേർണൽ കണ്ടു, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സംഭവം ഞാൻ നോർമലി എന്തൊക്കെയോ ചെയ്തതായിരുന്നു, പക്ഷെ ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയി.
പിന്നെ ഇതും ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജേണലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ബ്രഷ് പെന്ന് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ചെയ്തത്. അതിൻ്റെ 2 സൈഡിലും ഇതേപോലെ കുറച്ച് ഗ്രീഡ് ലൈൻസും പിന്നെ അതിന് കുറച്ച് ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചും ഒക്കെയാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടുണ്ടാവും. ഞാൻ അത്ര ഓക്കെ അല്ലാത്ത സമയത്ത് ഇതേപോലെ കുത്തി വരയുന്നൊരു സ്വഭാവം എനിക്ക് ചെറുതായിട്ടുണ്ട്. പിന്നെ അടുത്ത ഈ ഒരു ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് നോർമലായിട്ട് ചെയ്തതായിരുന്നു. അതും ഇതേപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറി. സോ ഫൈനലി എല്ലാ ജേണൽസിൻ്റെയും ഒരു ക്വിക്ക് ഫ്ലിപ്പ് ത്രൂ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.